ലാസ്റ്റ് ഇതിൽ നമ്മൾ കണ്ടത് ഹൗ ടു ഫൈൻഡ് ദ ടെക്നോളജി മാട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, കോയിഫിഷ്യൻ്റ് എങ്ങനെ, ടെക്നിക്കൽ കോയിഫിഷ്യൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തതാണ് ടെക്നിക്കൽ കോയിഫിഷ്യൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഡിമാൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, അതായത് ടോട്ടൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കോയിഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ കോയിഫിഷ്യൻ്റ് തന്നിട്ട് ടോട്ടൽ ഡിമാൻഡ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഫോർമുല പഠിച്ചു, ദാറ്റ് ഈസ് AIJ ഇസ് ഈക്വൽ ടു XIJ ഡിവൈഡഡ് ബൈ XJ. ഈ ഒരു ഫോർമുല പഠിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ XJ നമുക്ക് AIJനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. AIJ ഇൻറ്റു XJ ഇസ് ഈക്വൽ ടു XIJ. ഓക്കെ, അപ്പോൾ XIJ ഏതായിരുന്നു? XIJ പറഞ്ഞാൽ ദ ടോട്ടൽ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദാറ്റ് ഈസ് ദ ഇൻപുട്ട് ദാറ്റ് ഈസ് യൂസ്. ടോട്ടൽ ഔട്ട്പുട്ട് പറഞ്ഞത് XJ ആയിരുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇൻപുട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ jth ഇൻഡസ്ട്രി. അപ്പോൾ അതായിരുന്നു ഈ XIJ പറഞ്ഞൊരു കോൺസെപ്റ്റ്. അതായത് ഇങ്ങനത്തെ ഒരു ഡയഗ്രാം ഉണ്ട്, ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ 20 ആണ് ഇവിടുത്തെ XIJ. ഓക്കെ, XIJ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഔട്ട്പുട്ട്. അപ്പോൾ 20/140 അങ്ങനെ നമ്മൾ എഴുതുക. പക്ഷേ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് കിട്ടാൻ പോണത് ഈ AIJ മാത്രം തന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ ചെയ്യുക വെച്ചാൽ XJ ഇൻറ്റു AIJ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XIJ കിട്ടും. ഓക്കെ, സോ ആ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് മാട്രിക്സ് വരിക. A11 x1, A12 x2, A13 x3 അങ്ങനത്തെ വരും. ഇങ്ങനെ ഒരു ടൈപ്പിൽ, അതായത് A1n xn, ലാസ്റ്റിൽ വരുന്നത് AN1 x1, AN2 x2, AN3 x3 അങ്ങനെ ANN xn വരും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക വെച്ചാൽ എക്സ് ഉണ്ട്, AIJ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു A ഇൻറ്റു എക്സ് പ്ലസ് എഫ് വരും. എഫ് പറഞ്ഞാൽ ഈ ഫൈനൽ ഡിമാൻഡ് നമുക്ക് കിട്ടുന്ന കോൺസെപ്റ്റ്സാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു A ഇൻറ്റു എക്സ് ഇൻറ്റു പ്ലസ് എഫ് എന്ന് വരും. അപ്പോൾ ആ ഫോർമുല നമ്മൾ ഒന്നുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു AX പ്ലസ് എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഇസ് എക്സ് മൈനസ് AX, എക്സ് ഇസ് ഈക്വൽ ടു AX പ്ലസ് എഫ് എന്നുള്ള കോൺസെപ്റ്റ്. അതിൻ്റെ അർത്ഥം എക്സ് മൈനസ് AX ഇസ് ഈക്വൽ ടു എഫ്. അപ്പോൾ എക്സ് ഇൻറ്റു 1 മൈനസ് A ഇസ് ഈക്വൽ ടു എഫ്, വെർ I ഇസ് ദ ഐഡൻറ്റിറ്റി മാട്രിക്സ്. ഈ ഫോർമുല ഓർത്ത് വെക്കണം. ഓക്കെ, മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ 1 മൈനസ് A നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ 1 മൈനസ് A വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ് ബൈ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് A. 1 മൈനസ് A ഇൻവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇത് ക്യാൻസലായി പോകും. അപ്പോൾ എങ്ങനെയാണത് വരിക വെച്ചാൽ എക്സ് ഇൻറ്റു 1 മൈനസ് A ഇൻറ്റു 1 മൈനസ് A മൈനസ് 1 ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 1 മൈനസ് A ഇൻവേഴ്സ് 1. ഓക്കെ, അപ്പോൾ അത് രണ്ടും ക്യാൻസലാവും. അപ്പോൾ ഫോർമുല കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 1 മൈനസ് A ഇൻവേഴ്സ്. ഓക്കെ, 1 മൈനസ് A ഇൻവേഴ്സ്. അപ്പോൾ ഇത് എഫ് പറഞ്ഞത് ഡിമാൻഡ് ഓഫ് ദ വെക്റ്ററാണ്. അപ്പോൾ 1 മൈനസ് A ഇസ് ഈക്വൽ ടു 1 ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. നമ്മൾ പറഞ്ഞു നേരത്തെ കോയിഫിഷ്യൻസ് തന്നിട്ടുണ്ടാവും. ഫൈനൽ ഡിമാൻഡ് B, അതായത് എഫ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ഡിമാൻഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ ഡിമാൻഡ് ഇവിടുത്തെ ഈ എഫ് ആണ് ഈ B എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എക്സ് ഉണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് A ഇൻവേഴ്സ് ഇൻറ്റു എഫ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു A തന്നിട്ടുണ്ട്, അതായത് A പറഞ്ഞാൽ കോയിഫിഷ്യൻസ്, ടെക്നിക്കൽ കോയിഫിഷ്യൻസ് തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, ഡിമാൻഡ് ഫൈനൽ ഡിമാൻഡ് വെക്റ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക, എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് A ഇൻവേഴ്സ് B. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുക, 1 മൈനസ് A ആദ്യം ബ്രാക്കറ്റിലുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. അതെ, 1 മൈനസ് A പറഞ്ഞാൽ I മൈനസ് A പറയും. അപ്പോൾ I ഇസ് ഐഡൻറ്റിറ്റി മാട്രിക്സ്. അപ്പോൾ ഐഡൻറ്റിറ്റി മാട്രിക്സ് മൈനസ് ദിസ് ചെയ്യുക ആദ്യം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ I മൈനസ് A, this is your identity matrix, minus 0.3 minus 0.4 1 അങ്ങനെ ഇത് മൈനസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ എലിമെൻറ്റ് 1 മൈനസ് 0.3 വരും. അപ്പോൾ 0.7 കിട്ടി. 0 മൈനസ് 0.4 ദാറ്റ് ഇസ് മൈനസ് 0.4 കിട്ടി. നെക്സ്റ്റ് 0 മൈനസ് 0.1 that is minus 0.1 kitty. 0 minus 0.5 that is 0.5. Then next is 1 minus
0.2 which is equal to 0.8. Next is 0 minus 0.6 that is equal to minus 0.6. Next അങ്ങനെ എല്ലാറ്റിൻ്റെയും ഓരോന്നും ഇത് ചെയ്യുക, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 - a കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു ഫോർമുല, അതായത് മാട്രിസസിൽ പഠിച്ചിട്ടുണ്ട്, A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/a ഡിറ്റർമിനൻറ്റ് ഓഫ് A അഡ്ജോയിൻറ്റ് A നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇതേ പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഫോർമുല കണ്ടെത്തണം, അതായത് 1 - a ഇൻവേഴ്സ്. അപ്പോൾ ആ 1 - a ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. ഇതാണ് ബേസിക് ഫോർമുല. ഇതിനെ വെച്ചിട്ട് അപ്പോൾ ഈ എൻ്റെ പകരം നമ്മൾ 1 - a ഇൻവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ 1 - a ഇൻവേഴ്സ് അല്ലെങ്കിൽ I - a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/I - a അഡ്ജോയിൻറ്റ് 1 - a. ഇതാണ് ഫോർമുല. ഇതേ സെയിം തിങ് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. എൻ്റെ പകരം നമ്മൾ I - a എന്ന് എഴുതി. ഓക്കെ, സോ ഇതിന് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ I - a, ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു മാട്രിക്സ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടെത്തണം. ആ ഡിറ്റർമിനൻ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡിറ്റർമിനൻറ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. I - a is equal to 0.7 into this 2. Okay, 9 8s are 72 minus 0.3 minus 0.3 into minus 0.6 18 6 3s are 18 കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് മൈനസ് 0.4 ഇൻറ്റു ഈ കോളം വിടുക. അപ്പോൾ 0.5 ഇൻറ്റു 9, അപ്പോൾ മൈനസ് 0.45 മൈനസ് 6 ഇൻറ്റു 1, അപ്പോൾ 6, അപ്പോൾ മൈനസ് 0.6 വരും. അതേപോലെ -1 ഇൻറ്റു ഈ 0.5 മൈനസ് 0.5 ഇൻറ്റു മൈനസ് 0.3 15 വരും. 15 മൈനസ് 0.8 വരും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ ഡിറ്റർമിനൻറ്റ് വാല്യൂ ആണ് 151. അപ്പോൾ ഇതിൽ ഈ ഒരു ഫോർമുലയിൽ കിട്ടിയ കോൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, 151 ഈ 1/1 - a ഡിറ്റർമിനൻ്റ് ഇല്ലേ, ഇപ്പോൾ ഈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ ഇവിടെ കിട്ടിയത് 0.151. ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് അഡ്ജോയിൻറ്റ് ഓഫ് 1 - a ആണ്. ഓക്കെ, അഡ്ജോയിൻറ്റ് ഓഫ് 1 - a കണ്ടുപിടിക്കാൻ ആദ്യം അഡ്ജോയിൻറ്റ് നിങ്ങൾ മാട്രിസസിൽ പഠിച്ചിട്ടുണ്ടാവും. അഡ്ജോയിൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ആദ്യം കോ ഫാക്ടർ കണ്ടുപിടിക്കണം ഓഫ് മാട്രിക്സ് C ഫ്രം 1 - a. ആദ്യം കോ ഫാക്ടർ കണ്ടുപിടിക്കണം, അതായത് ഈ ഒരു ഇതിൻ്റെ 1 - a I - aൻ്റെ കോ ഫാക്ടർ കണ്ടുപിടിക്കുക. കോ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഓരോ എലിമെൻറ്റിൻ്റെയും നമ്മൾ ചെയ്യണം, ഓരോ എലിമെൻറ്റിൻ്റെയും. അപ്പോൾ കോ ഫാക്ടർ ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, +-1 +-+-+-+-+-+, അതായത് ഇങ്ങനത്തെ ഒരു മാട്രിക്സ് നമ്മൾ കണ്ടെത്തണം. അതിൻ്റെ ബേസിക് സ്റ്റാൻഡേർഡ് സയൻസ് ഇതാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കോ ഫാക്ടർ ഇപ്പോൾ 0.7 എൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക കോ ഫാക്ടർ? 8 9s are 72 മൈനസ് 0.6 ഇൻറ്റു മൈനസ് 0.3 ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോ ഫാക്ടർ ചെയ്യുക. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ, ഈ ഒരു ഇക്വേഷനിൽ നമ്മളുടെ മാട്രിക്സ് എന്താണ്? മാട്രിക്സ് ഇതാണ് 1 - a ആണ് ഇസ് ഈക്വൽ ടു I - a ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ 0.7 മൈനസ് 0.4 മൈനസ് 0.1, ഇതാണ് നമ്മുടെ മാട്രിക്സ്. നെക്സ്റ്റ് ഉള്ളത് -0.5 0.8 മൈനസ് 0.6 മൈനസ് 0.1, നെക്സ്റ്റ് -0.3, ഇവിടെ ഉള്ളത് 0.9. അപ്പോൾ ഇതിൻ്റെ കോ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കോ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഈ ഫോർമുല, നമ്മുടെ ഫോർമുല അറിയാലോ, 1 - a inverse is equal to 1/1 - a determinant adjoint of 1 - a. ഓക്കെ, ഇതാ ബേസിക് ഫോർമുല ഇതായിരുന്നു. ദാറ്റ് ഈസ് x is equal to
1 മൈനസ് എ ഇൻവേഴ്സ് ബി. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളിതെല്ലാം ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം. 1 മൈനസ് എ ഐ മൈനസ് എ ഓൾറെഡി ഡിറ്റർമിനൻറ്റ് ഓൾറെഡി നമ്മൾ കണ്ടെത്തി. ഇനി അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണം. അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ ബേസിക് ഇതാണ്. അഡ്ജോയിൻറ്റിൽ മാട്രിസസിൻ്റെ വാല്യൂ ഇതാവും. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ 0.7 ഈ 0.7ൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ 0.7ൻ്റെ പ്ലേസിൽ ആരാ വരിക നോക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഡു ദിസ്. 0.8 ഇൻറ്റു 0.9 മൈനസ് 0.6 ഇൻറ്റു 0.3. ഓക്കെ, അങ്ങനെ ഇത് ഫസ്റ്റ് വരും. നെക്സ്റ്റ് ഉള്ളത് 0.5. അങ്ങനെ ഓരോ പ്ലേസിലും നമ്മൾ കോഫാക്ടർ കണ്ടുപിടിക്കണം. അതേപോലെ -0.5ൻ്റെ ഉള്ള സ്ഥലത്തുള്ള ഇത് കണ്ടുപിടിക്കാൻ ഈ റോവും ഈ കോളവും വേണ്ട വയ്ക്കണം. അപ്പോൾ -0.4 ഇൻറ്റു 0.9 മൈനസ് -0.5 ഇൻറ്റു 0.9 മൈനസ് -0.6 ഇൻറ്റു -0.1. അപ്പോൾ അങ്ങനെ ഓരോ എലിമെൻറ്റിൻ്റെയും ഇതിൻ്റെ കോഫാക്ടർ ഇതെല്ലാം കണ്ടെത്തണം. ഓക്കെ, എല്ലാറ്റിനും വാല്യൂസ് കിട്ടണം. ആ വാല്യൂസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. C is equal to 0.54, 0.51, 0.23 അങ്ങനെ. ഓക്കെ, സോ ഇങ്ങനെയാണ് 0.7ൻ്റെ 72 മൈനസ് 0.18 കിട്ടി, -0.18 കിട്ടി. അതാണ് 0.54, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതേപോലെ -4ൻ്റെ ഓരോന്നിൻ്റെയും കോഫാക്ടർ നമ്മൾ കണ്ടെത്തണം. ആ കോഫാക്ടറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ട്രാൻസ്പോസ് ദ കോഫാക്ടർ ടു ഗെറ്റ് അഡ്ജോയിൻറ്റ് മാട്രിക്സ്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കോഫാക്ടറിനെ അഡ്ജോയിൻറ്റ് മാട്രിക്സ് ആയിട്ട് എഴുതുക. 0.54 ഇത് 0.51, നെക്സ്റ്റ് 0.23, അത് റോസ് ബിക്കംസ് കോളംസ്, അങ്ങനെ എഴുതുക. സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി അടുത്തത് ചെയ്യാനുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 മൈനസ് a inverse I minus a inverse is equal to 1 by 1 minus a determinant adjoint of 1 by a. അപ്പോൾ ഈ adjoint ആണ് ഇവിടെ കിട്ടിയത്, അതാണ് ഇവിടെ എഴുതിയത്. ഇത് 1 by 1 minus a ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനുള്ളത് 1 by 0.15 നേരത്തെ കിട്ടിയതായിരുന്നു. അടുത്തത് 1 by I minus a inverse is equal to ഇതെല്ലാം ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് കിട്ടും, ഈ ഒരു മാട്രിക്സ് കിട്ടും. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളത് ആ ഫോർമുലയിൽ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു I minus a ഇൻവേഴ്സ് ബി ആയിരുന്നു. അപ്പോൾ ഈ ബി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ബി 20, 10, 30 ആണ്. മറ്റേ വാല്യൂസാണ് 3.6, 2.13. അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുക പറഞ്ഞാൽ ഈ ഏരിയ ഇൻറ്റു ദിസ്. അപ്പോൾ 3.6 ഇൻറ്റു 20 പ്ലസ് 26 ഇൻറ്റു 10, അങ്ങനെ നമ്മളെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. 2.13 ഇൻറ്റു 30 ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് റോ കിട്ടി. സെക്കൻഡ് അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ടോട്ടൽ നമുക്ക് കിട്ടുക 161.9, 203.2, 119.2. അപ്പോൾ ഫസ്റ്റ് ഇൻഡസ്ട്രിയുടെ വാല്യൂ ആണ് ഇത് കിട്ടിയത്, ടോട്ടൽ വാല്യൂ. സെക്കൻഡ് ഇൻഡസ്ട്രിയുടെ ഇത്, തേർഡ് ഇൻഡസ്ട്രിയുടെ ഇതാണ്. അപ്പോൾ കോഫാക്ടർ കണ്ടുപിടിക്കാൻ അറിയുമെന്ന് വി ക്യാൻ ഡു ദിസ് പ്രോബ്ലം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോയിഫിഷ്യൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കോയിഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്, ഫൈനൽ ഡിമാൻഡും തന്നിട്ടുണ്ട്, ടോട്ടൽ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചാൽ ആദ്യം ഈ ഒരു ഫോർമുല നമ്മൾ എഴുതി വയ്ക്കുക. അടുത്തത് ആദ്യം I minus a കണ്ടുപിടിക്കുക. നെക്സ്റ്റ് I minus a കണ്ടെത്തിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മളുടെ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. I minus a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 by a determinant a is into adjoint 1 by I minus a. അപ്പോൾ ആദ്യം ഡിറ്റർമിനൻറ്റ് I minus a കണ്ടെത്തുക. അത് നമുക്ക് എളുപ്പമാണ്. I minus a നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. ആ വാല്യൂ കിട്ടി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അഡ്ജോയിൻറ്റ് ഓഫ് 1 I minus a. അപ്പോൾ I minus a നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ വാല്യൂൻ്റെയും കോഫാക്ടർ കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ കണ്ടെത്തിയത്. ആ കോഫാക്ടർ കണ്ടെത്തുമ്പോൾ ഈ ഒരു
കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇവിടെ പ്ലസ് ആവും, മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ആ ഒരു വാല്യൂവിലാണ് വരിക. അപ്പോൾ ഈ വാല്യൂസ് കിട്ടും. ഇനി അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ഞാൻ ഓരോന്നും എടുത്ത് കാണിച്ചു തരാം. കോഫാക്ടർ ഓൾറെഡി പഠിച്ച കാരണമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കോഫാക്ടർ കണ്ടെത്തി. ഇനി അടുത്തത് ഈ കോഫാക്ടർ ഇതാണ് 0.54 ഇതാണ്. അപ്പോൾ അഡ്ജോയിൻറ്റ് എ ഈസ് ഈക്വൽ ടു ദിസ്. Okay, next substitute in this equation. അപ്പോൾ 1 by 0.15 adjoint is this one. So we get this value and lastly into B ചെയ്യുക. B ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഇൻഡസ്ട്രീസിൻ്റെയും വാല്യൂ കിട്ടും. ഇങ്ങനത്തെ പ്രോബ്ലം മറ്റേ നിങ്ങളുടെ അടുത്തുള്ള എക്സലിൻ്റെ ടെക്സ്റ്റിലുണ്ട്. അതൊന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഷുവറാണ് ഇത് കിട്ടും. ഇൻ കേസ് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. കോഫാക്ടർ ഞാൻ പറയാത്തത് ഓൾറെഡി അറിയിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യൂ ഗ്രൂപ്പിൽ.